CPM കോൺഗ്രസ് സംഘർഷത്തിനിടെ CPM കാറ്റാടിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിധുവിനാണ് കുത്തേറ്റത്. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അരുണിന് തലയ്ക്ക് പരിക്കേറ്റു. നിരവധി കോൺഗ്രസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പരുത്തി സ്കൂളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് KSU SFI തർക്കം നിലനിന്നിരുന്നു. KSU പ്രവർത്തകരെ SFIക്കാർ ആക്രമിച്ചെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് കടക്കലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. മറ്റൊരു ഭാഗത്തുനിന്ന് CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധ പ്രകടനവുമായി എത്തി. പ്രതിഷേധത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതോടെ ഇരുവിഭാഗവും തമ്മിലുണ്ടായ വാക്കേറ്റവും കയ്യാങ്കളിയും ഏറെ നേരം നീണ്ട സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഏത് ഘട്ടത്തിലും ഏതെല്ലാം ആക്രമണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും ആ ആക്രമണങ്ങളെല്ലാം പ്രതികരിക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ പല ഘട്ടങ്ങളിലായി നമ്മുടെ പാർട്ടി നേതാക്കന്മാരെയും നമ്മുടെ പാർട്ടി സഹാക്കളെയും പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം പല ഘട്ടങ്ങളിലായി പ്രതിഷേധിക്കാൻ നിലപാട് സ്വീകരിച്ചു. ഈ നിലപാട് നിങ്ങൾ തിരുത്തുന്നതാണ് നിങ്ങൾക്ക് വന്നത്. നിങ്ങൾ ഒരു കാരണവശാലും കടക്കൽ വന്ന് അത്തരം പ്രത്യേക കാണിച്ചാൽ നിങ്ങൾക്ക് ശരിയായ തരത്തിൽ തിരിച്ചു വാങ്ങാൻ കഴിയുന്ന അവസ്ഥ കടക്കൽ ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സംഘർഷത്തിന് പിന്നാലെ കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കപ്പെട്ടു. CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ആരോപിച്ചു. ഞങ്ങളുടെ പല സ്കൂളുകളിലും ജയിച്ച KSUവിൻ്റെ വിദ്യാർത്ഥി പ്രതിനിധികളെ വഴിയോരങ്ങളിലിട്ട് തല്ലുന്ന നിലയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. DYFIയും SFIയും അധപ്പതിച്ചിരിക്കുന്നു. ഈ ആക്രമണത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനവും യോഗവും ഇന്ന് നടത്തുവാൻ കടയ്ക്കൽ പാർട്ടി തീരുമാനിച്ചിരുന്നു, കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. ആ യോഗം നടത്തുവാനോ പ്രകടനം നടത്തുവാനോ അനുവദിക്കാതെ CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ അനേകം ആളുകൾ ഒത്തുകൂടി ഈ ജാഥയെ ആക്രമിക്കുവാനും യോഗം അലങ്കോലപ്പെടുത്തുവാനും അതിൽ പങ്കെടുത്തവരെ മർദ്ദിക്കുവാനും ഉള്ള സാഹചര്യമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സാഹചര്യം, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ, ഭൂരിപക്ഷം വോട്ട് വാങ്ങി ജയിക്കുന്ന കുട്ടികൾ, അവർക്ക് സുരക്ഷിതത്വം നൽകുവാൻ പോലീസിന് ബാധ്യതയില്ലേ? സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കടക്കലിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.